ഹലോ സഹോദരന്മാരെ, സഹോദരൻ നമ്മുടെ 28 അരീക്കോട് 24 എല്ലാ വർഷവും ഇപ്പം അടുത്ത കാലത്തായിട്ട് വിപുലീകരിച്ച് നടത്തുന്ന ബദരീങ്ങളുടെ അതായത് ബദരീങ്ങളെ അനുസ്മരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന അന്നദാനം. അഥവാ ബദരീങ്ങളെ അനുസ്മരിക്കുക എന്ന് പറയുമ്പോൾ വെറും ഞങ്ങളൊരു ഭക്ഷണത്തിൽ ഒതുങ്ങുന്നവരാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ബദരീങ്ങളെ അനുസ്മരിക്കുക എന്ന് പറയുമ്പോൾ മഹാന്മാരായ ബദരീങ്ങള് ആ ബദർ യുദ്ധത്തിന് അതിന്റെ ചരിത്രത്തിൽ ഞാൻ ബോധ്യപ്പെടുത്തേണ്ട വലിയ വലിയ ഉന്നതന്മാരാണ് നിങ്ങളൊക്കെ ശ്രോതാക്കളൊക്കെ. ബദറിലെങ്ങാനും അള്ളാഹുവിന്റെ റസൂല് വളരെ താഴ്മയോടുകൂടെ റബ്ബിനോട് സദാസമയം ദുആ ചെയ്തുകൊണ്ട് സുജൂദിൽ അള്ളാഹുവിന്റെ റസൂല് എണീക്കാതെ റബ്ബേ ഈ ബദറിലെങ്ങാനും ഞങ്ങളെ പരാജയപ്പെടുത്തിയാൽ ഇസ്ലാമിന്റെ ഇതിന്റെ ദീൻ പ്രചരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അബൂജഹലിന്റെയും ഉതുബത്തിന്റെയും ഷൈബത്തിന്റെയും എല്ലാം സൈന്യം സർവ്വസന്നാഹങ്ങളോടെ ഉണ്ടാകുമ്പോൾ അപ്പുറത്ത് വളരെ ചെറിയൊരു സംഘം 313 പേരുമായിട്ടാണ് ബദറിലെ അള്ളാഹുവിന്റെ റസൂല് ശത്രുക്കളെ നേരിടാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ നിലക്കും സൈനികമായി ആയുധപരമായിട്ടൊക്കെ ദുർബലരാണ്. പക്ഷേ അവരിലുള്ളത് അതിനേക്കാൾ വലിയ ശക്തമായ ഈമാൻ, അചഞ്ചലമായ ഇസ്ലാമിലുള്ള വിശ്വാസം. ആ വിശ്വാസവുമായിട്ടാണ് പ്രവാചകൻ അന്ന് ബദറിൽ ശത്രു സൈന്യത്തോട് പോരാടിയത്. ആ പോരാട്ടത്തിൽ വിജയിക്കുകയും അത് കാരണം ഇസ്ലാം ലോകത്ത് പ്രചരിക്കുകയും ഇന്ന് ലോകത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ സിയണിസ്റ്റുകളും പാശ്ചാത്യ സമൂഹമെല്ലാം ഇസ്ലാമിനെതിരെ വാളോങ്ങിക്കൊണ്ടിരിക്കുന്നതും ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി സർവ്വസന്നാഹങ്ങളുമായി നേരിടുമ്പോഴും അതിനെല്ലാം പ്രതിരോധിക്കുന്നത് ഈമാനിക ശക്തി കൊണ്ട് മാത്രമാണ്. ഇന്ന് ലോകത്ത് ആർക്കും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു ശക്തിയായി ലോകത്ത് ഇസ്ലാം ദൈനംദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് ഈ ബദറിന്റെ അനുസ്മരണത്തിൽ നമുക്ക് പറയാനുള്ളത്. കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ 28 മാലിലെ OSFന്റെ വിദ്യാർത്ഥി, അതായത് നമ്മുടെ ഇവിടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉള്ള എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇവിടുത്തെ മാലില് കമ്മിറ്റി ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു ചെറിയ അന്നദാന പരിപാടി നടത്തി ആ ഒരു സന്തോഷത്തിൽ ബദറിൽ നമ്മൾ ഈ ഇസ്ലാമിക പ്രബോധനം നടത്തി ആ ഇസ്ലാമിക ലോകാവസാനം വരെ നിലനിൽക്കുന്നതിന് വേണ്ടി ആ ബദറിൽ വിജയം വരിച്ച മഹാന്മാരെ അനുസ്മരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ പരിപാടി നമ്മളോട് സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മൾ വെറുതെ ഒരു അന്നദാനത്തിന്റെ വെറും ഭക്ഷണത്തിൽ ഒതുങ്ങിയിട്ടല്ല. ഇതിൽ പ്രധാനം ഭക്ഷണമല്ല, പ്രധാനം അതിൽ സന്തോഷത്തിന്റെ ഭക്ഷണം അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. അത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ അന്നദാന പരിപാടി സംഘടിപ്പിക്കുന്നത്. എങ്കിലും ഇത് സംഘടിപ്പിച്ച എല്ലാ സഹോദരന്മാർക്കും OSFന്റെ പ്രത്യേകിച്ച് ഇതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാർക്ക് ഞാൻ എൻ്റെ വ്യക്തിപരമായി അവരിൽ നിന്നുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അവർക്കും നമുക്കൊക്കെ അല്ലാഹു ആയുസ്സും ആരോഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.